ഹായ്, ഞാൻ ഇന്നിവിടെ എൻ്റെ വണ്ടിയുടെ എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യുന്നതും അതിൻ്റെ ഓയിൽ ഫിൽറ്റർ ക്ലീൻ ചെയ്യുന്നതുമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് സർവോയുടെ സ്കൂട്ടി മാറ്റിക് എന്ന് പറയുന്ന എഞ്ചിൻ ഓയിലാണ്. അത് 800 ml ആണ് അതിൻ്റെ അളവ്. ആദ്യമായിട്ട് നമുക്ക് ഓയിലിൻ്റെ കണ്ടീഷൻ ഒന്ന് നോക്കാം. 2000 കിലോമീറ്ററൊക്കെ എൻ്റെ വണ്ടി ഓടിക്കഴിഞ്ഞതാണ്. ഇപ്പം തന്നെ നല്ല ഡാർക്കായിട്ടുണ്ട്. ഇനി അതിൻ്റെ അളവൊന്നറിയാനായിട്ട് നമുക്കൊരു തുണി വെച്ച് ആ നോബൊന്ന് നന്നായിട്ട് തുടച്ച് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഇട്ട് നോക്കാം. അപ്പോൾ അതിനകത്ത് വണ്ടിയുടെ ഓയിലിൻ്റെ അളവ് കാണിക്കും. എനിക്കിതിൻ്റെ ടെക്നിക്കൽ വേർഡ്സ് ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് ഓയിൽ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നല്ല ഡാർക്കും ആയിട്ടുണ്ട്. മാറാനൊക്കെ സമയം കഴിഞ്ഞതാണ്. ആദ്യമായിട്ട് നമുക്ക് പഴയ ഓയിലൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കണം. അതിനായിട്ട് താഴെ ഒരു നട്ട് ബോൾട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഊഴി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഓയിലെല്ലാം നമുക്ക് ഡ്രെയിൻ ചെയ്യാൻ പറ്റും. താഴെ ഒരു പാത്രം വെച്ച് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് ജസ്റ്റ് ഇടത്തോട്ടൊന്ന് തിരിച്ചു കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് കൈ ഉപയോഗിച്ച് തന്നെ നമുക്കത് ഊരിയെടുക്കാൻ കഴിയും. വണ്ടി സെൻട്രൽ സ്റ്റാൻഡിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഞാനത് പറയാൻ വിട്ടുപോയതാണേ. നമുക്കിനി വണ്ടി ഒന്ന് സൈഡ് ചരിച്ചു കൊടുത്ത് സെൻട്രൽ സ്റ്റാൻഡിലിരിക്കുമ്പോൾ നമുക്കൊന്ന് ചരിച്ചു കൊടുക്കാൻ പറ്റും. ചരിച്ചു കൊടുത്ത് അതിനകത്ത് ഓയിൽ മുഴുക്കെ ഊറി വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഓയിലിൻ്റെ ആ നട്ട് ബോൾട്ടും നമ്മളെടുത്ത് തുടച്ച് നന്നായി വൃത്തിയാക്കി തുടച്ച് സൂക്ഷിച്ച് വെക്കണം. അത് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ അതൊരു വലിയ പണിയാവുമേ. നല്ലപോലെ ഓയിൽ ഊറി വരുന്നുണ്ട്. ഫുള്ള് പോകാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ 2-3 പ്രാവശ്യം വണ്ടി ചരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഓയിലിൻ്റെ ഏരിയ നമ്മുടെ സൈലൻസറിൻ്റെ ഭാഗത്താണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് കിക്കറിൻ്റെ ഭാഗത്താണ് ഫിൽറ്റർ ഉള്ളത്. ഫിൽറ്റർ ക്ലീൻ ചെയ്യാനായി അവിടെയുള്ള നോബ് നമ്മൾ ഇതുപോലെ ഇടത്തെ സൈഡിലേക്കൊന്നും തിരിച്ചു കൊടുത്താൽ മതി. അത് പെട്ടെന്ന് തന്നെ ഊരി വരുന്നതാണ്. ആ നോബിനകത്ത് നിന്ന് നമുക്കൊരു സ്പ്രിങ്ങും അതിനുള്ളിലായിട്ട് ഒരു നെറ്റുമാണ് കിട്ടുന്നത്. ആ സ്പ്രിങ്ങിൽ നിന്ന് നമുക്ക് ആ നെറ്റ് ഊരിയെടുക്കാൻ പറ്റുന്നതാണ്. ഈ നെറ്റിലാണ് എല്ലാ പൊടികളും വന്ന് അടിയുന്നത്. ഇതിൽ ധാരാളം പൊടികൾ അടിഞ്ഞു കൂടിയിട്ടുണ്ടായിരുന്നേ. നമുക്കിനി ഈ നെറ്റും സ്പ്രിങ്ങും ആ നോബും എല്ലാം നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് മാത്രമേ റീഇൻസർട്ട് ചെയ്യാവുള്ളൂ. അതിനായിട്ട് ഞാനിവിടെ ഒരു തുണി ഉപയോഗിച്ച് ഈ നെറ്റും സ്പ്രിങ്ങും എല്ലാം നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ആ നോബ് ഊരിയ ഭാഗം കൂടെ നന്നായി തുണി ഉപയോഗിച്ച് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. ശേഷം നമുക്കിത് തിരിച്ച് വയ്ക്കാവുന്നതാണ്. ആ സ്പ്രിങ്ങിൻ്റെ വലിയ ഭാഗം നെറ്റിൻ്റെ എൻഡിൽ വരത്തക്ക രീതിയിലും സ്പ്രിങ്ങിൻ്റെ ചെറിയ ഭാഗം ആ നമ്മൾ ഊരിയെടുത്ത ലിഡിൻ്റെ ഭാഗത്ത് വരത്തക്ക രീതിയിലുമാണ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നത്. ഞാൻ ആ ലിഡിൻ്റെ സൈഡൊക്കെ നല്ലപോലെ പൊടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതെന്ത് പറ്റുകയെന്ന് എനിക്കറിയില്ല. ആ ലിഡിൻ്റെ സൈഡ് പൊടിഞ്ഞാണ് ആ നെറ്റിൽ ഇരുന്നതെന്നാണ് എൻ്റെ വിശ്വാസം.
നമുക്കിനി അത് സ്പ്രിങ് ഒന്ന് പ്രസ് ചെയ്ത് അകത്തോട്ട് വെച്ചിട്ട് ലിഡ് ഒരു കൈ കൊണ്ട് പ്രസ് ചെയ്തിട്ട് മറ്റേ കൈ കൊണ്ട് വലത്തോട്ട് ലിഡ് തിരിച്ചു കൊടുക്കണം. തിരിച്ചു കൊടുത്തു കഴിയുമ്പോൾ അത് ഓൾറെഡി അത് ഫിക്സ് ആകും. പിന്നെ നമ്മൾ നല്ലപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, വലത്തേക്ക് ടൈറ്റ് ചെയ്തൊന്ന് കൊടുത്താൽ മാത്രം മതി. ഇപ്പം നമ്മുടെ ഓയിലൊക്കെ നല്ലപോലെ ഡ്രെയിനായി വന്നിട്ടുണ്ട്. നമുക്കിനി ആ ഓയിലിൻ്റെ ഏരിയയെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഓയിലിൻ്റെ നട്ടും ബോൾട്ടും ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിലെ ഓയിലിൻ്റെ ലീക്കേജ് ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ നല്ലപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഇപ്പം നല്ലപോലെ ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഓയിൽ ഒഴിക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു പഴയ ചോർപ്പാണ് യൂസ് ചെയ്യുന്നത്. സൈഡ് സ്റ്റാൻഡ് വെച്ച് ഒഴിച്ചാൽ ഒന്നുകൂടെ നല്ലതാണ്. പക്ഷേ ഞാനിവിടെ ചോർപ്പ് യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് സെൻട്രൽ സ്റ്റാൻഡ് വെച്ച് ഒഴിച്ചാലും ഈസി ആയിട്ട് ഒഴിക്കാൻ പറ്റുന്നുണ്ട്. ഫുള്ള് 800 ml നമ്മുടെ ഒരു സ്കൂട്ടറിന് ആവശ്യമായിട്ടുള്ളതാണ്. 800 ml പൂർണ്ണമായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അല്പം പോലും താഴെ കളയാതെ വളരെ ശ്രദ്ധിച്ച് വേണം ഇത് നമുക്കൊഴിക്കുക. ഇപ്പം ഞാൻ മുഴുക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ആ ചോർപ്പൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. വീണ്ടും ഓയിൽ ഒഴിച്ച ഭാഗമൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നല്ലൊരു തുണി ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ അതിൻ്റെ നോബ് ഫിക്സ് ചെയ്യാവുള്ളൂ. നമുക്ക് ലീക്കേജോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്കിനി ആ നോബ് ഒന്ന് ഇട്ട് നോക്കാം. ഇതേ നമ്മുടെ നോബിൽ നല്ല രീതിയിൽ ഓയിൽ കാണിക്കുന്നുണ്ട്, കറക്റ്റ് അളവിൽ ഓയിൽ കാണിക്കുന്നുണ്ട്. ഇനി നമുക്കത് തിരിച്ച് ഫിക്സ് ചെയ്ത് വെക്കാം. നല്ലപോലെ ഈ നോബും ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ഇവിടെ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കാം. പക്ക വർക്കിംഗ് കണ്ടീഷനിലാണ്. അങ്ങനെ എൻ്റെ ഇവിടുത്തെ ഓയിൽ ചേഞ്ചിങ് വിജയിച്ചിട്ടുണ്ട്. മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം നമുക്കിനിയും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ. താങ്ക് യു.